ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. നാട്ടിലാണെങ്കിൽ ഒരുപാട് ബാങ്ക് വിളിയും കൂട്ടുകാരും ഒന്നിച്ച് പള്ളിപ്പോക്കും ഒരു രസമല്ലേ. ഇവിടെ ഇംഗ്ലണ്ടിൽ UK എന്ത് പള്ളിപ്പോക്കല്ലേ, ഒറ്റയ്ക്ക് അങ്ങനെ നടന്ന് പള്ളി പോകുന്നൊരു ദിവസം ആണ് നിങ്ങളെ കാണാൻ പോകുന്നത് കേട്ടോ. ഏകദേശം 40-45 മിനിറ്റ് നടന്നാണ് നമ്മൾ പള്ളി പോകുന്നത് കേട്ടോ. മാത്രമല്ല ഇവിടെ ഹുത്തുബയോ ബാങ്കോ ഒന്നും ശബ്ദത്തിൽ പുറത്തേക്ക് കേൾപ്പിക്കുന്ന രീതിയിലല്ല ചെയ്യുന്നത്. അപ്പോൾ നടക്കാൻ കുറച്ചുള്ളതുകൊണ്ട് തണുപ്പൊക്കെ ആയപ്പോൾ നമ്മൾ ജാക്കറ്റൊക്കെ എടുത്തു കേട്ടോ. ചിലപ്പോൾ കാറ്റൊക്കെ ഉണ്ടാവും. ഒരുപാട് ഹൈ സ്ട്രീറ്റിൽ കൂടെ നടന്ന് ഏകദേശം 40-45 മിനിറ്റോളം നടന്നാണ് നമ്മൾ പള്ളിയിൽ പോകാറുള്ളത്. ഇതാണ് നമ്മുടെ പള്ളി, ജാമിയ മസ്ജിദ്. 2 നിലയിലായിട്ടുള്ളൊരു പള്ളിയാണ്. കോൾച്ചസ്റ്റർ എന്ന സിറ്റിയിലെ ഈ പള്ളിയാണ് കേട്ടോ മെയിൻ എന്ന് പറയാൻ. കാരണം ഇതിന് തൊട്ടടുത്ത് വേറെ പള്ളിയും ഡീറ്റെയിൽ നമ്മൾ കണ്ടില്ല. നേരത്തെ ഒരു പഴയ പള്ളി ഉണ്ടായിരുന്നു, അത് അവിടെ നിന്ന് റിമൂവ് ചെയ്തു. ഇതാണിപ്പോൾ എല്ലാവരും കൂടുന്നൊരു പള്ളി. പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും മലയാളികളും വളരെ ചുരുക്കം മലയാളികളും ഒക്കെ ആയിട്ട് ജുമാ കൂടുന്നൊരു പള്ളിയാണ്. തൊട്ടടുത്തൊരു പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ വണ്ടിയുടെ പാർക്ക് ചെയ്യാനും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പേ പാർക്കിംഗ് ആണ്. ചില സമയത്ത് ഒരു കൺസിഡറേഷനൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു. അങ്ങനെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വേഗം ഇറങ്ങി അവിടെ ഹൈ സ്ട്രീറ്റിലേക്ക് പുറത്തേക്ക് ഇറങ്ങി. ഹൈ സ്ട്രീറ്റിൽ വന്ന് നമുക്ക് ഇതേപോലെ ഒരുപാട് ബ്രാൻഡഡ് JD പോലുള്ള സംഭവങ്ങൾ, വോഡാഫോൺ ബ്രാൻഡ് ഫുഡുകൾ ഹൈ സ്ട്രീറ്റിൽ നല്ല എപ്പോഴും തന്നെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഹൈ സ്ട്രീറ്റാണ് കോൾച്ചസ്റ്റർ ഹൈ സ്ട്രീറ്റ്. കുറേ നടക്കാനൊക്കെ ഉണ്ട്. നടന്ന് പർച്ചേസ് ചെയ്യാനും ഹൈ സ്ട്രീറ്റിൽ കൂടെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ശരിക്കും ലണ്ടൻ പോലുള്ള ഒരു സിറ്റിയിലൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. പക്ഷേ ബ്രാൻഡിൻ്റെതായ ഒരു ഇൻഫ്രാസ്ട്രക്ചറിലൊന്നുമല്ല, ആ ഓൾഡ് സ്റ്റൈൽ നിലനിർത്തി ആ പുരാതന സ്റ്റൈലിലുള്ള ബിൽഡിങ്ങുകൾ തന്നെയാണ് ഇവരെല്ലാം ചെയ്യുന്നത്. മാത്രമല്ല കുറേ ബസ്റ്റിംഗ് സംഭവങ്ങളൊക്കെ നമുക്ക് സ്ട്രീറ്റിലൊക്കെ കാണാം. എൻജോയ്മെൻറ്റും അതൊരു പാർട്ടി മൂടുള്ള ലെവലുള്ള സംഭവങ്ങളെല്ലാം കാണാം. അങ്ങനെ ഒരുപാട് നടന്ന് കാണാനുണ്ട് കോൾച്ചസ്റ്റർ എന്ന് പറയുന്ന കുഞ്ഞു സിറ്റി കേട്ടോ. മിസ്റ്റർ വർക്കിന് പോയതിന് ശേഷം പിന്നെ വെള്ളിയാഴ്ചയ്ക്കാണെന്ന് ഞാൻ പള്ളിയിൽ പോയി നേരെ എന്തെങ്കിലും സ്നാക്കൊക്കെ കഴിച്ച് ഒപ്പിക്കലാണ് പതിവ്. ഉച്ചയ്ക്ക് വലിയ കാര്യമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കലൊന്നുമില്ല. പിന്നെ മിസ്റ്റർ വരാൻ നേരമാകുമ്പോൾ വൈകിട്ട് എന്തെങ്കിലുമൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതുപോലെ ഹൈ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കാൻ നല്ല വൈബാണ് കേട്ടോ. നല്ല ആളുകൾ, തിരക്കുകൾ, പുതിയ ഫുഡ് ഐറ്റംസ്, ഓരോ ഇതാണ് ഞങ്ങളുടെ ഗാലൻ റിച്ചാർഡ്സൺ ഏജൻസി. ഈ ഏജൻസി വഴിയാണ് നമ്മൾ വീട് എടുത്തത്. എന്താ പറയുക, ബാങ്ക് പോലുള്ള എല്ലാ സംഭവങ്ങളൊക്കെ ഉള്ള സ്ട്രീറ്റാണ്. ഞങ്ങളുടെ വീട് എപ്പോഴും പറയാറില്ല, ഞങ്ങളുടെ വീട് താഴെയാണ്. അപ്പോൾ കുന്ന് കയറിയൊക്കെ വന്നിട്ട് വേണം പള്ളിയിൽ പോകാൻ. നല്ല കുന്നാണ്. പിന്നെ ഈ ഹൈ സ്ട്രീറ്റിൽ കൂടെ നടക്കുന്നത് വെറുതെ ഒന്നല്ല കേട്ടോ. ഹൈ സ്ട്രീറ്റിൽ കൂടെ നടന്ന് അവിടെ എന്തെങ്കിലും ജോബ് ഓപ്പണിംഗ് ഉണ്ടോ, എന്തെങ്കിലും ഹയറിംഗ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ കൂടിയാണ് എൻ്റെ നടത്തം. അപ്പോൾ ഈ നടത്തം കഴിഞ്ഞ് നേരെ വയ്യാണ്ടായപ്പോൾ നേരെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടോ.